അടുത്തതായിട്ട് ശ്രീഭൂതബലി തൊഴുന്നതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ശ്രീഭൂതബലി എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരം ശിവേലിക്ക് പകരം ശ്രീഭൂതബലിയാണ് ഉണ്ടാവാറ് കേട്ടോ. ക്ഷേത്രത്തില് ശ്രീഭൂതബലി നടത്തുന്നത് ദീപാരാധനയ്ക്ക് ശേഷമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സന്ധ്യാസമയത്താണ് ഉണ്ടാവാറുള്ളത്. ഈ ശ്രീഭൂതബലി തൊഴുന്ന സമയത്ത് ഗുരുവായൂരപ്പന്റെ ഭാവം സർവേശ്വരനാണ് എന്നാണ് പറയാറുള്ളത്. സർവചരാചരങ്ങളുടെയും ഈശ്വരനായിട്ടുള്ള ആ സർവേശ്വരനെ തൊഴുന്നതിലൂടെ സന്താനലബ്ധിയാണ് ഭഗവാൻ അനുഗ്രഹിച്ച് നൽകുക എന്നാണ് പറയാറുള്ളത് കേട്ടോ. പല ആളുകളുണ്ടല്ലോ സന്താനലബ്ധിക്കായിട്ട് ഭഗവാന് വഴിപാടുകൾ നേരുന്നവരും പ്രാർത്ഥിക്കുന്നവരും. അവരൊക്കെ ശിവേലി ഈ ശ്രീഭൂതബലി തൊഴാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതായത് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് ഉദയാസ്തമന പൂജ ഉള്ളത്. അതുകൊണ്ട് തന്നെ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ശ്രീഭൂതബലി സാധാരണയായിട്ട് ഉണ്ടാവാറ്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരാറുണ്ട് കേട്ടോ. സാധാരണ ഉണ്ടാവാറുള്ള ദിവസങ്ങളാണ് ഞാൻ പറഞ്ഞത്. ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക്, വ്യാഴാഴ്ച സന്ധ്യയ്ക്ക്, ശനിയാഴ്ച സന്ധ്യയ്ക്ക് തുടങ്ങിയ സമയത്താണ് ഈ ശ്രീഭൂതബലി ഉണ്ടാവാറുള്ളത്. സന്താനം നൽകാൻ, അതായത് സന്താനപ്രദായകനായിട്ടുള്ള ഭഗവാനെ ആ സമയത്ത് കണ്ടു തൊഴുതുള്ളൂ കേട്ടോ.